സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമയിൽ അവസരം നൽകരുത്, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് സിനിമാ നിർമ്മാണത്തിന് പരിശീലനം നൽകണമെന്നും പ്രസംഗത്തിൽ പറയുന്നു. സദസ്സിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധമുയർന്നു. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്ത് ദിവസം തരും, കൊടുത്തു നമുക്ക് കൊണ്ടുപോയി പടമെടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചിലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. വളരെ പ്രധാനമാണ്. സ്ത്രീ സംവിധായകർ നമുക്ക് വേണം. നമുക്ക് 1-2 പേരുണ്ട്, അവർ നല്ല മിടുക്കരാണ്. പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടമെടുക്കാൻ. സലിം മാലിക്കാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. സലിം, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം? അനുജ, നമ്മളിപ്പോൾ കേട്ടതുപോലെ അദ്ദേഹം ഈ സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ എടുക്കാൻ പണം നൽകരുത് എന്നൊരു വലിയ വിമർശനമാണ് ഉയർത്തിയത്. സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് മൂന്ന് മാസത്തെയെങ്കിലും ഇന്റൻസീവ് ട്രെയിനിങ് നൽകണം. സർക്കാരിന്റെ പണം എന്നതിനപ്പുറത്തേക്ക് അത് നികുതി പണമാണ്. അതുകൊണ്ട് തന്നെ 1.5 കോടി രൂപയൊക്കെയാണ് സിനിമ നിർമ്മിക്കാനായി നൽകുന്നത്. ഈ തുക 3 പേർക്കായി നൽകണം. സർക്കാർ നൽകുന്ന തുക വാണിജ്യ സിനിമ എടുക്കാനുള്ളതല്ല. വ്യക്തമായ പരിശീലനമില്ലാതെ സിനിമ എടുത്താൽ ആ പണം നഷ്ടമാകും എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അതല്ലെങ്കിൽ വിമർശനങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്. ആ വിമർശനം ഉയർന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെ സദസ്സിൽ നിന്നൊരു എതിർശബ്ദം ഉയർന്നു. പ്രതിഷേധ സ്വരമായിരുന്നു അത്. അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ അവരോട് പ്രതിഷേധം എന്താണെന്ന് അറിയിക്കാൻ മൈക്കുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അതിനുശേഷം പിന്നീട് സംഘാടകർ തന്നെ അടൂർ ഗോപാലകൃഷ്ണനോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ ആ വിഷയത്തിൽ വേദിയിൽ തന്നെ ചില മറുപടികൾ ഉണ്ടായി. അതിൽ തൊട്ടു പിന്നാലെ പ്രസംഗിച്ച ശ്രീകുമാരൻ തമ്പിയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ആ പരാമർശത്തിൽ വിമർശനം ഉന്നയിച്ചത്. താൻ വ്യവസായ സിനിമയുടെ ആളാണ്, താൻ സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് സിനിമ പഠിച്ചത് എന്ന് പറയുന്നു. പാട്ടെഴുതിയ പണവും സംവിധാനം ചെയ്ത പണവും സിനിമയ്ക്ക് തന്നെ നൽകുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം മന്ത്രിയും ആ വിഷയത്തിൽ മറുപടിയുമായി രംഗത്തെത്തി. കൂടുതൽ സിനിമകൾക്ക് കൂടുതൽ പണം നൽകണം, അതൊരു തെറ്റായ കാര്യമായി താൻ കാണുന്നില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. നല്ല പ്രോത്സാഹനം മലയാള സിനിമയ്ക്ക് കൊടുത്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ കൊടുക്കുന്നത് പോരാ എന്നുള്ളതാണ് തന്റെ അഭിപ്രായം എന്നുള്ളതാണ് സജി ചെറിയാൻ ആ വിഷയത്തിൽ മറുപടിയായി പറഞ്ഞത്. അങ്ങനെ ഈ വേദിയിൽ തന്നെ ആ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ വേദിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാവുകയും എതിർസ്വരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനൊപ്പം സദസ്സിൽ നിന്നും പ്രതിഷേധമുയർന്നു. അത് മാത്രമല്ല, മറ്റു ചില വിവാദ പരാമർശങ്ങൾ കൂടി അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് IFFK-യുമായി ബന്ധപ്പെട്ട് IFFK-യിൽ രജിസ്ട്രേഷൻ തുക വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. ഒപ്പം തന്നെ ഈ ഉള്ളൊഴുക്ക് സിനിമയ്ക്ക് അവാർഡ് നൽകാത്തതിനെ സംസ്ഥാന സർക്കാർ അവാർഡ് നൽകാത്തതിനെയും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. വനിജ, അതാണ് ഇതിപ്പോൾ ഉണ്ടായത്. സിനിമാ കോൺക്ലേവ് വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇതിനിപ്പോൾ മറുപടിയുമായി മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തിയിട്ടുണ്ട്.